പലർക്കും സാധാരണയായി കണ്ടുവരുന്ന കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ് അഥവാ ഡാർക്ക് സർക്കിൾസ്. ഒരു മനുഷ്യന് 7-8 മണിക്കൂർ ഉറക്കം ലഭിക്കേണ്ടിടത്ത് തീരെ ഉറക്കം ലഭിക്കായിക, വളരെയധികം മാനസിക സമ്മർദ്ദം അനുഭവിക്കുക, അമിതമായ കമ്പ്യൂട്ടർ ഉപയോഗം, മൊബൈൽ ഉപയോഗം, ടെൻഷൻ, പഠനഭാരം, ജോലിഭാരം, കുടുംബ പ്രശ്നം ഇങ്ങനെയുള്ളവരിൽ ഇത് കണ്ടുവരാറുണ്ട്. നമസ്കാരം, ഞാൻ ഡോക്ടർ പ്രിയ രാമചന്ദ്രൻ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പലർക്കും സാധാരണയായി കണ്ടുവരുന്ന കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ് അഥവാ ഡാർക്ക് സർക്കിൾസിനെ കുറിച്ചാണ്. ഇത് സാധാരണയായി സൗന്ദര്യ പ്രശ്നം മാത്രമല്ല, പകരം ഇതൊരു ജീവിതശൈലി ആരോഗ്യവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. ഇതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഉറക്കക്കുറവാണ്. ഇടവിട്ട് ഉറക്കം എണീക്കുക, തീരെ ഉറങ്ങാൻ പറ്റായിക. സാധാരണയായി ഒരു മനുഷ്യന് 7-8 മണിക്കൂർ ഉറക്കം ലഭിക്കേണ്ടിടത്ത് തീരെ ഉറക്കം ലഭിക്കായിക, ഇതൊരു കാരണമാണ് കണ്ണിന് ചുറ്റും കറുപ്പ് നിറം വരാനായിട്ട്. അടുത്ത കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം മാനസിക സമ്മർദ്ദം അനുഭവിക്കുക, ടെൻഷൻ, പഠനഭാരം, ജോലിഭാരം, കുടുംബ പ്രശ്നം ഇങ്ങനെയുള്ളവരിൽ ഇത് കണ്ടുവരാറുണ്ട്. അടുത്തൊരു റീസൺ എന്ന് പറയുന്നത് കണ്ണിന് സ്ട്രെയിൻ ആണ്. അതായത് അമിതമായ കമ്പ്യൂട്ടർ ഉപയോഗം, മൊബൈൽ ഉപയോഗം. ഇപ്പോൾ ഇത് കുട്ടികളിൽ വരെ കണ്ടുവരുന്നുണ്ട്. ഒരുപാട് നേരം സ്ക്രീൻ ടൈം ഉപയോഗിക്കുക. അപ്പൊ അങ്ങനെയുള്ളവരിലും ഈ പ്രശ്നം കണ്ടുവരുന്നുണ്ട്. അടുത്ത റീസൺ എന്ന് പറയുന്നത് പോഷകാഹാരക്കുറവാണ്, പ്രത്യേകിച്ചും അയൺ ഡെഫിഷ്യൻസി, അതായത് ഇരുമ്പിന്റെ അംശം രക്തത്തിൽ കുറയുന്നത് മൂലം. പിന്നെ കൂടാതെ വൈറ്റമിൻ ബി, വൈറ്റമിൻ സി, വൈറ്റമിൻ കെ ഇതിൻ്റെയൊക്കെ അഭാവം നിമിത്തം കണ്ണിന് ചുറ്റും കറുപ്പ് നിറം കണ്ടുവരാറുണ്ട്. ജനിതക ഘടകങ്ങൾ നിമിത്തം, അതായത് കുടുംബപരമായി അച്ഛനോ അമ്മയ്ക്കോ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് കുട്ടികളിലും കണ്ടുവരാറുണ്ട്. അതായത് അവരുടെ മെലാനിൻ പ്രൊഡക്ഷൻ കുറച്ച് അതിന്റെ അളവ് കൂടുതലായിരിക്കും. അങ്ങനെയുള്ള കണ്ടീഷൻസിലും ഇത് കാണാറുണ്ട്. അലർജി, സൈനസ് എന്നിവ ഉള്ളവർക്ക്, ഈ കണ്ടീഷൻസ് ഉള്ളവർക്ക് ഇത് കാണാറുണ്ട്. അതായത് തുടരെ കണ്ണ് തുടച്ചുകൊണ്ടിരിക്കുക, കണ്ണ് ചൊറിയുക, അങ്ങനെയുള്ളവരിൽ ഇത് കണ്ടുവരാറുണ്ട്. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതശൈലി മാറ്റങ്ങൾ, അതായത് തുടർച്ചയായിട്ട് ഈ ജങ്ക് ഫുഡ്സ്, പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുക, പുകവലി, മദ്യപാനം സ്ഥിരമായി ഇത് ചെയ്യുന്ന ആൾക്കാരിലും ഇത് കണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ വയസ്സാവുക നിമിത്തം, പ്രായം കൂടുന്തോറും കണ്ണിന് ഡ്രൈനസ് വരും. അപ്പോൾ ഈ കണ്ണിലുള്ള ചുറ്റുമുള്ള ഞരമ്പുകൾ അത് പ്രൊജക്റ്റ് ചെയ്ത് വരികയും അപ്പോൾ അത് നിമിത്തം കണ്ണിന് കറുപ്പ് നിറം ഉണ്ടാവാം. പിന്നെ പൊതുവെ വെയിലത്ത് നടക്കുന്ന ആൾക്കാരിൽ ഇതുപോലെ സൺ എക്സ്പോഷർ നിമിത്തം കണ്ണിന് ചുറ്റും ഹൈപ്പർ പിഗ്മെന്റേഷൻ വരാറുണ്ട്. പലപ്പോഴും ഇത് എളുപ്പത്തിൽ തന്നെ ചില ആയുർവേദ പാക്കുകൾ ഉപയോഗിച്ച് നമുക്കിത് പരിഹരിക്കാവുന്നതേ ഉള്ളൂ. എന്നാൽ ഇത് പലവിധ അസുഖങ്ങൾ നിമിത്തവും ഈ കണ്ണിന് ചുറ്റും കറുപ്പ് നിറം കാണാറുണ്ട്. ആയുർവേദത്തിൽ ഇത് വാതവും പിത്തവും അസന്തുലിതമാവുമ്പോഴാണ് ഉണ്ടാവുന്നത്. ആയുർവേദത്തിൽ നമ്മൾ ചെയ്യുന്ന ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നസ്യവും നേത്രതർപ്പണവും അഭ്യംഗവുമാണ്. അഭ്യംഗം ചെയ്യുന്നത് കൊണ്ട് കണ്ണിന് ചുറ്റുമുള്ള രക്തയോട്ടം കൂടുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മറ്റൊരു ഔഷധമാണ് ത്രിഫല. ത്രിഫല നമുക്ക് രക്തശുദ്ധീകരണത്തിനും കണ്ണിന്റെ ആരോഗ്യത്തിനും ഏറ്റവും നല്ലൊരു റെമഡിയാണ്. അതുപോലെ തന്നെ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഹോം റെമഡീസ് ഉണ്ട്. അതായത് വെള്ളരിക്ക നമുക്ക് കട്ട് ചെയ്ത് കണ്ണിലിടാം. കൂടാതെ അലോവേറ ജെല്ല് പുരട്ടാം. പിന്നെ പാലും മഞ്ഞളും കൂടി അപ്ലൈ ചെയ്ത് പേസ്റ്റ് രൂപത്തിലാക്കി കണ്ണിന് ചുറ്റും പുരട്ടാം. റോസ് വാട്ടർ അപ്ലൈ ചെയ്യാം. ജീവിതശൈലിയിൽ തന്നെ ഏറെ മാറ്റങ്ങൾ വരുത്തിയാൽ തന്നെ നമുക്കിത് പരിഹരിക്കാൻ സാധിക്കും. നിർബന്ധമായും ഒരു 7-8 മണിക്കൂർ ഉറങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. വെള്ളം നന്നായിട്ട് കുടിക്കുക. കാപ്പി, പുകവലി അങ്ങനെയുള്ള ശീലമുണ്ടെങ്കിൽ അത് ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. മൊബൈൽ, TV ഇങ്ങനെയുള്ള കൂടുതലായിട്ടുള്ള സ്ക്രീൻ ടൈം ഉണ്ടെങ്കിൽ ഇതൊക്കെ ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇതൊക്കെ ചെയ്തിട്ടും ഇത് പരിഹരിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളൊരു ഡോക്ടറെ സമീപിക്കേണ്ടതാണ്.